കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വരാന്തയിൽ പ്രസവം നടന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ രോഗി വരാന്തയിൽ പ്രസവിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. 51-ാം വാർഡിൽ പ്രസവ വേദന വന്ന യുവതിയെ ലേബർ റൂമിൽ എത്തിക്കുമ്പോഴായിരുന്നു പ്രസവം നടക്കുന്നത്. ഗർഭിണിക്ക് ഞായറാഴ്ച രാവിലെ മുതൽ പ്രസവ വേദനയ്ക്കുള്ള മരുന്ന് നൽകിയിരുന്നു. വെരിക്കോസ് വെയിൻ അസുഖമുള്ള യുവതി പ്രസവത്തിന് 15 ദിവസം മുമ്പ് തന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. രോഗിക്ക് രാത്രി 8ഓടെ വേദന അനുഭവപ്പെട്ടു. കൂട്ടിരിപ്പുകാർ ഡ്യൂട്ടി നഴ്സിനെ അറിയിച്ചു. ഒരു നഴ്സ് മാത്രമായിരുന്നു ആ സമയം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. അറ്റൻഡർമാർ വീൽചെയറുമായി വന്നെങ്കിലും രോഗിക്ക് അതിൽ ഇരിക്കാൻ സാധിക്കുകയുണ്ടായിരുന്നില്ല. പിന്നീട് സ്ട്രെച്ചറുമായി എത്തി ലേബർ റൂമിലേക്ക് വരാൻ ശ്രമിക്കുന്നതിനിടെ വാർഡിൽ വരാന്തയിലെത്തിയപ്പോഴേക്കും പ്രസവം നടക്കുകയായിരുന്നു. ഈ സമയം ഡോക്ടർ അടുത്തില്ലായിരുന്നുവെന്നാണ് വാർഡിലെ കൂട്ടിരിപ്പുകാർ പറഞ്ഞു. മറ്റു രോഗികളുടെ കൂടെ നിൽക്കുന്ന കൂട്ടിരിപ്പുകാരാണ് പ്രസവം എടുത്തത്. ഈ സമയം ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതും പ്രതിസന്ധിക്കിടയായി. റാപ്പ് വഴിയാണ് ഗർഭിണിയും കുഞ്ഞിനെയും സ്ട്രെച്ചറിൽ 4-ാം നിലയിൽ നിന്ന് 1-ാം നിലയിലേക്ക് പ്രവർത്തിക്കുന്ന ലേബർ റൂമിൽ എത്തിച്ചത്. പ്രത്യേക പരിചരണം ആവശ്യമുള്ള രോഗിയെ ആരോഗ്യം സ്ഥിതി പരിഗണിച്ച് നേരത്തെ ലേബർ റൂമിലേക്ക് മാറ്റാത്തതാണ് പ്രശ്നത്തിനിടയാക്കിയത്. മാതാവിനും കുട്ടിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അത് സംബന്ധിച്ച് പരാതിപ്പെടാൻ രോഗികളുടെ ബന്ധുക്കൾ തയ്യാറായിട്ടില്ല. വെരിക്കോസ് വെയിൻ അസുഖമുള്ള ഗർഭിണി പ്രസവ വേദന വന്ന ഉടനെ തന്നെ പ്രസവം നടക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് മാതൃശിശു സംരക്ഷണ കേന്ദ്ര സൂപ്രണ്ട് ഡോക്ടർ അരുൺ പ്രതികരണം ഇങ്ങനെയാണ്. യുവതിയുടെ 3ാമത്തെ പ്രസവമാണ്. കുഞ്ഞിന് ഭാരവും കുറവാണ്. ഇക്കാരണം കൊണ്ട് വേദന വന്ന ഉടനെ തന്നെ പ്രസവം നടന്നു. മാത്രമല്ല മഴയിൽ ആശുപത്രിയുടെ തറനിലയിൽ അടക്കം വെള്ളം കയറുന്നതിനാൽ ഈ സമയം ലിഫ്റ്റ് ഓഫ് ചെയ്തിരുന്നു. റാപ്പ് വഴി രോഗിയെ താഴെ എത്തിക്കുവാനും സമയമെടുത്തു. മഴ ശക്തമായ ലിഫ്റ്റ് പിറ്റിൽ വെള്ളം നിറയാൻ പതിവാണ്. അതിനാൽ ഇത്തരം സമയങ്ങളിൽ ഷോർട്ട് സർക്യൂട്ട് ഇടക്കമുള്ള അപകട സാധ്യത മുൻകൂട്ടി കണ്ട് ലിഫ്റ്റ് ഓഫ് ചെയ്യാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സംഭവ സമയം ഒരു അടിയന്തര സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിനാവശ്യമായ ഡോക്ടർമാരോ നഴ്സുമാരോ വാർഡിൽ ഉണ്ടായിരുന്നില്ലെന്ന് കൂട്ടിരിപ്പുകാർ പറഞ്ഞു. നഴ്സുമാരുടെ എണ്ണം കുറവായതിനാൽ 90 മുതൽ 100 വരെയുള്ള അഡ്മിറ്റ് ചെയ്യുന്ന വാർഡുകൾ ഒരു നഴ്സ് മാത്രമാണ് ഷിഫ്റ്റിൽ ഡ്യൂട്ടിയിൽ ഉണ്ടാവുക. രോഗികളുടെ പരിചരണത്തിനു പുറമെ നിരവധി ക്ലറിക്കൽ ജോലിക്കാരും നഴ്സുമാരും പൂർത്തിയാക്കാനുണ്ടാകും. നഴ്സ് റിപ്പോർട്ട്, ഡിസ്ചാർജ് സമ്മറി, ഇൻഫെക്ഷൻ കൺട്രോൾ പാക്കേജ്, വിവിധ അംഗീകാരങ്ങൾക്കുള്ള രജിസ്റ്റർ എന്നിവയെല്ലാം പൂരിപ്പിക്കേണ്ടതും അതത് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരാണ്. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 251 നഴ്സുമാരിൽ മറ്റേണിറ്റി അവധിയിൽ പോയ 12 പേർ അടക്കം 15 പേർ ദീർഘകാല അവധിയിലാണ്. ചട്ടപ്രകാരം 4 രോഗികൾക്ക് ഒരു നഴ്സ് എന്നാണ് കണക്ക്. എങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 60 രോഗികൾക്ക് ഒരു നഴ്സ് അനുപാതത്തിലാണ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നത്. എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ.